Hi everyone. Today's topic for discussion is axial loaded members. So consider a bar of length L and cross-sectional area A. ഈ ഒരു ബാറിൻ്റെ ഒറിജിനൽ ലെങ്ത് എല്ലും അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എയുമാണ്. സോ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ലോഡ് പി. ആ ഒരു ടെൻസൈൽ ലോഡിൻ്റെ ആപ്ലിക്കേഷനാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ദ ലോഡ് ഈസ് അപ്ലൈഡ് എലോങ് ദി ആക്സിസ്. ഈ ഒരു ആക്സിസ് ഓഫ് ദി ബാർ, ഈ ഒരു ബാറിൻ്റെ എലോങ് ദി ആക്സിസിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അതാണ് ആക്സിയൽ ലോഡഡ് മെമ്പേഴ്സ്. ആൻഡ് ഡെൽറ്റ എൽ ബി ദി ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ ഇൻ ആക്സിയൽ ഡയറക്ഷൻ. ഓക്കെ, ആക്സിയൽ ഡയറക്ഷനിൽ തന്നെയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ ഇൻ ആക്സിയൽ ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, so stress developed in the material, sigma ആണ് stress is equal to force by area. Force applied is P divided by the cross sectional area of the bar A. Then strain developed in the material, strain epsilon is equal to change in length to the original length. Okay, so according to Hooke's law already defined ചെയ്തതാണ്. sigma directly proportional to epsilon, sigma is equal to E into epsilon. ഇവിടെ സിഗ്മയ്ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പി ബൈ എ എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ ഇൻറ്റു എപ്സിലോൺ, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ടു ദി ഒറിജിനൽ ലെങ്ത്. സോ അതിൽ നിന്ന് ഈ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ, ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എൽ ബൈ എ ഇൻറ്റു ഇ. സോ ദിസ് ഈസ് ദി ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ ഡ്യൂ ടു എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ് പി എന്ന് പറയുന്ന എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ലോഡ് കാരണം ഉണ്ടാകുന്ന ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ. ഇതാണ് ഇവിടെ ഡിറൈവ് ചെയ്ത ഫോർമുല. ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ. പി അപ്ലൈഡ് ലോഡ്, എൽ ഈസ് ദി ഇനിഷ്യൽ ലെങ്ത് ഓഫ് ദി ബാർ, എ ഈസ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇ ഈസ് യങ്സ് മോഡുലസ്. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം, പ്രോബ്ലം ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ട് വരും. ദെൻ ബാർസ് ഓഫ് വേരിയിങ് സെക്ഷൻ. നേരത്തെ ഡിസ്കസ് ചെയ്ത ബാർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനിൽ ഒരു യൂണിഫോം ആയിരുന്നു ത്രൂ ഔട്ട് ദി ലെങ്ത്. ഇവിടെ അങ്ങനെയല്ല, ഓരോ ലെങ്തിനും L1 എന്ന് പറഞ്ഞ ലെങ്തിന് A1 ഏരിയ, L2 എന്ന് പറഞ്ഞ ലെങ്തിന് A2 ഏരിയ, L3 എന്ന് പറയുന്ന ലെങ്തിന് A3 ഏരിയ. സോ കൺസിഡർ എ ബാർ ഹാവിങ് ഡയമെൻഷൻസ് as shown in figure. ലെങ്ത് L1, L2, L3 എന്ന് പറഞ്ഞ ലെങ്ത് ഉണ്ട്. ഏരിയാസ് A1, A2, A3. ലോഡ് അപ്ലൈ ചെയ്യുന്നത് P ആണ്. എക്സ്റ്റേണലി ലോഡ് P ആണ്. അതും പി അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് എലോങ് ദി ആക്സിസ് ഓഫ് ദി ബാർ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈച്ച് സെക്ഷൻ ഓഫ് ദി ബാർ. ഇവിടെ ഈ ബാറിൻ്റെ ഓരോ സെക്ഷനിലും പി എന്ന് പറയുന്ന ലോഡ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പി എന്ന് പറയുന്ന ലോഡ് തന്നെയാണ് ഓരോ സെക്ഷനിലും ആക്ട് ചെയ്യുന്നത്. പി ലോഡ് സെയിം ആയിരിക്കും. സോ സ്ട്രെസ് ഇൻ ദി സെക്ഷൻ 1 എന്ന് പറയുന്ന സെക്ഷനിലുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ 1 ഈസ് ഈക്വൽ ടു P by A1. ഓക്കെ, ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ A1 ആണ്. ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ A1 ആണ്. സോ സ്ട്രെസ് ഇൻ ദ സെക്ഷൻ 1 ഈസ് സിഗ്മ 1 ഈസ് ഈക്വൽ ടു P by A1. സ്ട്രെയിൻ ഇൻ സെക്ഷൻ 1 എന്ന് പറയുന്നത് എപ്സിലോൺ 1 ഈസ് ഈക്വൽ ടു സിഗ്മ 1 ബൈ ഇ. ഓക്കെ, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. സോ ഈ സിഗ്മ 1 പകരം പി ബൈ A1 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പി ബൈ A1 ഇൻറ്റു ഇ. ഓക്കെ, സോ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി സെക്ഷൻ 1 ഈ 1 എന്ന് പറഞ്ഞ സെക്ഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ആ സെക്ഷനിലെ സ്ട്രെസ് കണ്ടുപിടിച്ചു, പി ബൈ A1, ലോഡ് പി, ഏരിയ A1. സ്ട്രെയിൻ ഇൻ സെക്ഷൻ 1 എപ്സിലോൺ 1 സിഗ്മ 1 ബൈ ഇ. സിഗ്മ 1 പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ചേഞ്ച് ഇൻ ലെങ്ത് ഓൾറെഡി പറഞ്ഞു, നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് the bar having length L, delta L1 is equal to P L1 by A1 E. Okay, ഇതിൻ്റെ ലെങ്ത് ഇനിഷ്യലി A1 ആയിരുന്നു, L1 ആയിരുന്നു, ഏരിയ A1, P L1 by A1 E. സോ ഇതെന്ന് പറയുന്ന ഒരു സെക്ഷൻ്റെ കാര്യമാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ, ഈ സെക്ഷൻ. സോ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി ബാർ, ഈ ഒരു ബാർ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി L1 ബൈ A1 E1. അതായത് ഫസ്റ്റ് സെക്ഷൻ പി ലോഡ് സെയിം ആണ്, L1ഉം A1ഉം ഉണ്ട് വേരി ചെയ്യുന്നത്. സോ പി L1 ബൈ A1 ഇ. യങ്സ് മോഡുലസും കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു
ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ്. സോ യങ്സ് മോഡുലസ് സെയിം ആണ്, ഇ തന്നെയാണ്. സോ സെക്കൻഡ് സെക്ഷൻ PL2/A2E പ്ലസ് PL3/A3E. ഇവിടെ പിയും അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ലോഡും യങ്സ് മോഡുലസും സെയിം ആണ്. ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ലെങ്ത് L1ഉം ഏരിയ A1ഉം. ഫസ്റ്റ് സെക്ഷൻ്റെ ഇവിടെ സെക്കൻഡ് സെക്ഷൻ്റെ ലെങ്ത് L2, ഏരിയ A2. തേർഡ് സെക്ഷൻ്റെ ലെങ്ത് L3, ഏരിയ A3. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി ബാറിൻ്റെ ഇക്വേഷൻ ΔL. സോ ഇതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം ആണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. കൺസിഡർ എ ബാർ ഹാവിങ് ക്രോസ് സെക്ഷണൽ ഏരിയ 50 mm² ആണ് ബാറിൻ്റെ ഏരിയ. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ ഫോഴ്സസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ പറഞ്ഞ കേസ് എല്ലാം ആക്സിയലി ലോഡഡ് മെമ്പേഴ്സാണ്. സോ അതിൻ്റെ ഈ ഒരു ബാറിൻ്റെ എലോങ് ദി ആക്സിസ് ആണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അതാണ് ദ ബാർ ഈസ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ ഫോഴ്സസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഡിറ്റർമൈൻ ദി ടോട്ടൽ ഇലോങ്ങേഷൻ ഇൻ ദ ബാർ. ഈ ബാറിൻ്റെ ടോട്ടൽ ഇലോങ്ങേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ബാർ മെറ്റീരിയൽ ഓഫ് ദി ബാറിൻ്റെ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് 2 × 10⁵ Nm². ഓക്കെ, സോ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ സെക്ഷൻ AB ഈ ഒരു ബാറിനെ തന്നെ 3 കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. AB, BC, CD. ഈ AB എന്ന് പറയുന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും BC എന്ന് പറയുന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും CD എന്ന് പറയുന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഏരിയ മാത്രമാണ് സെയിം. ഓരോന്നിൻ്റെ ഏരിയ 50 mm² ആണ്. ഓക്കെ, ലെങ്തും ഡിഫറെൻ്റ് ആണ്. ഇവിടെ 600 mm, ഇവിടെ 1 മീറ്റർ, ഇവിടെ 1.2 മീറ്റർ. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. നെറ്റ് ഫോഴ്സ് അതായത് 80 N ലെഫ്റ്റ് സൈഡിലേക്ക്, 20 N ലെഫ്റ്റ് സൈഡിലേക്ക്. സോ 80 + 20 ലെഫ്റ്റ് സൈഡിലേക്ക്, 10 ലെഫ്റ്റ് സൈഡിലേക്കാണ്. സോ 80 + 20 + 10 110 ലെഫ്റ്റ് സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്കും 110 തന്നെയാണ്. സോ നെറ്റ് ഫോഴ്സ് 0 ആണ്. ഓക്കെ, ബാലൻസ് ഓഫ് ദി ഫോഴ്സസ് ഈസ് നെസസറി. ആദ്യം ഇങ്ങനൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണോ എന്ന് നോക്കണം. അതിനുശേഷം ഓരോ സെക്ഷനും എടുത്ത് അനലൈസ് ചെയ്യണം. ഫസ്റ്റ് സെക്ഷൻ AB എടുക്കുക. ഈ AB എന്ന് പറഞ്ഞ സെക്ഷൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സോ മൊമെൻറ്റോ എടുത്ത് ഓരോ സെക്ഷൻ്റെയും ഫോഴ്സും മൊമെൻറ്റും എടുത്ത് അനലൈസ് ചെയ്യുക. ഇവിടെ ഫോഴ്സ് 80 kg ഈ ലെഫ്റ്റ് സൈഡിൽ, ഒന്നെങ്കിൽ ഈ ബോഡിയുടെ ലെഫ്റ്റ് സൈഡ് എയ്തർ ടു ദി ലെഫ്റ്റ് ഓർ എയ്തർ ടു ദി റൈറ്റ്. ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് നോക്കുക അല്ലെങ്കിൽ റൈറ്റ് സൈഡ് നോക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ 80 kN ആണ്. റൈറ്റ് സൈഡിൽ നോക്കുമ്പം 110 റൈറ്റ് സൈഡിലേക്ക്, 20 30 ലെഫ്റ്റ് സൈഡിലേക്ക്. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ് 110 റൈറ്റ് സൈഡിലേക്ക്, 20 + 10 30 ലെഫ്റ്റ് സൈഡിലേക്ക്. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 80 kN റൈറ്റ് സൈഡിലേക്കാണ്. അങ്ങനെയാണ് ഈ 80 kN ഇവിടെയും 80 kN ഇവിടെയും വന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു സെക്ഷൻ്റെ എയ്തർ ടു ദി ലെഫ്റ്റ് ഓർ എയ്തർ ടു ദി റൈറ്റ് ഏതെടുത്താലും സെയിം ഫോഴ്സ് തന്നെയാണ് വരുന്നത്. സോ ഫോഴ്സ് ആക്ടിംഗ് എന്ന് പറയുന്നത് 80 kN ടെൻസൈലാണ്. സോ ഇലോങ്ങേഷൻ ഓഫ് ദി ബാറിൻ്റെ ഇലോങ്ങേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ΔL = PL/AE. P എന്ന് പറയുന്നത് ഇവിടെ 80 kN ടെൻസൈലാണ്. സോ 80 × kN ന്യൂട്ടനാക്കി, അതാണ് 1000 ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 600 mm ആണ്, ബൈ ഏരിയ 50 mm² ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് 2 × 10⁵. എല്ലാം സെയിം യൂണിറ്റ് തന്നെ ആക്കി കൺവേർട്ട് ചെയ്യണം. സോ ΔL1 എന്ന് പറയുന്നത് 4.8 mm എന്ന് കിട്ടും. സോ അടുത്ത സെക്ഷൻ BC കൺസിഡർ ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെക്ഷൻ BC കൺസിഡർ ചെയ്താൽ എയ്തർ ടു ദി ലെഫ്റ്റ് ഓർ എയ്തർ ടു ദി റൈറ്റ്. ലെഫ്റ്റ് സൈഡിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ 80 ലെഫ്റ്റ് സൈഡിലേക്ക്, 110 റൈറ്റ് സൈഡിലേക്ക്. നെറ്റ് 30 kN റൈറ്റ് സൈഡിലേക്ക് വരും. ഓക്കെ, 30 kN റൈറ്റ് സൈഡ്. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെയും 30 തന്നെ ആയിരിക്കും. അത് ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഈ ഒരു സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക, 80 110. സോ 30 kN റൈറ്റ് സൈഡിലേക്ക് വരും. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ 30 kN, 20 10 കൂടെ 30 kN ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും. സോ അതുകൊണ്ടാണ്
30 കിലോ ന്യൂട്ടൺ എഴുതിയത്. സോ 30 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ടെൻസൈലായിരുന്നു, ഇവിടെ 30 കിലോ ന്യൂട്ടൺ കംപ്രസീവ് ആണ്. ഓക്കെ, സോ ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ ബി സി ഈസ് ഇക്വൽ ടു ഡെൽറ്റ L2 ഈസ് ഇക്വൽ ടു PL/AE. ഇവിടെ -30 വന്നത് കംപ്രസീവ് ലോഡ് ആയതുകൊണ്ടാണ്. -30 × 10³ × 1000 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി സെക്ഷൻ BC, മീറ്ററിനെ മില്ലിമീറ്റർ ആക്കുന്നു, അതുകൊണ്ടാണ് 1000. ദെൻ ഏരിയ 50 mm² ഇൻറ്റു യങ്സ് മോഡുലസ് 2 × 10⁵, -3 mm എന്ന് കിട്ടും. ഡെൽറ്റ L2 ദാറ്റ് ഈസ് ഇലോങ്ങേഷൻ ഓഫ് ദി സെക്ഷൻ BC. ഓരോ സെക്ഷൻ എടുത്ത് ഓരോന്നിൻ്റെയും ഇലോങ്ങേഷൻ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഡെൽറ്റ L2 ഈസ് ഈക്വൽ ടു -3 mm എന്ന് കിട്ടും. ദെൻ സെക്ഷൻ CD ആകുമ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക, എയ്തർ ടു ദി ലെഫ്റ്റ് ഓർ എയ്തർ ടു ദി റൈറ്റ്. ലെഫ്റ്റ് സൈഡിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ 80 + 20 100, ദെൻ 100 ലെഫ്റ്റ് സൈഡിലേക്ക്, 110 റൈറ്റ് സൈഡിലേക്ക്. സോ നെറ്റ് 10 കിലോ ന്യൂട്ടൺ റൈറ്റ് സൈഡിലേക്ക് വരും. ഇവിടെയും 10 കിലോ ന്യൂട്ടൺ തന്നെയാണ്. സോ ഫോഴ്സ് ഈക്വലായി. അങ്ങനെയാണ് ഇവിടെ 10 കിലോ ന്യൂട്ടൺ വരുന്നത്. സോ ഇവിടെയും ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്രസീവ് ആണ്, 10 കിലോ ന്യൂട്ടൺ കംപ്രസീവ്. സോ ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ സെക്ഷൻ, ഈ ഒരു ബാറിൻ്റെ ഈ ഒരു സെക്ഷൻ CD എന്ന് പറയുന്ന സെക്ഷൻ്റെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഫോർമുല സെയിം തന്നെയാണ്, PL/AE. P എന്ന് പറയുന്നത് കംപ്രസീവ് ലോഡാണ്. സോ ഗിവൺ ബൈ നെഗറ്റീവ് -10 × 10⁻³ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്, mm-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ A ഇൻറ്റു യങ്സ് മോഡുലസ്, -1.2 mm എന്ന് കിട്ടും. ഓക്കെ, സോ ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ എന്ന് പറയുന്നത് ദിസ് ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3, ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3 എല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ 4.8 -3 -1.2. ലാസ്റ്റ് രണ്ടും കംപ്രസീവ് ലോഡാണ് വന്നത്, അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് വന്നത്. സോ നെറ്റ് ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ എന്ന് പറയുന്നത് 0.6 mm എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓരോ ബാറിൻ്റെ ഓരോ സെക്ഷനായിട്ടാണ് എടുത്ത് വരച്ചിരിക്കുന്നത്. സോ ഓരോ സെക്ഷനിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓരോന്നും കൺസിഡർ ചെയ്യുക. ഇവിടെ ഏരിയ സെയിം ആയിരുന്നു, ചിലപ്പം പ്രോബ്ലത്തിൽ ഏരിയ ഡിഫറൻറ്റ് വരും. ഏരിയ ഡിഫറൻറ്റ് വന്നാൽ A1 A2 A3 എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ലെങ്തും ഡിഫറൻ്റ് ആയിരുന്നു. ഓക്കെ, ഓരോ സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അനലൈസ് ചെയ്തതിന് ശേഷം ഫൈനലി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദി എൻറ്റയർ ബാർ കിട്ടും. ഓക്കെ, താങ്ക് യു.